ഹായ് ആൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ബ്രൗണി റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, നമുക്ക് ബ്രൗണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചോക്ലേറ്റും ബട്ടറുമാണ്. ചോക്ലേറ്റും ബട്ടറും നമ്മൾ മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. ഇവിടെ ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണോ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു മെത്തേഡ് യൂസ് ആക്കാം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ചോക്ലേറ്റും ബട്ടറും ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെൽറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെൽറ്റഡ് ചോക്ലേറ്റും ബട്ടറിലേക്കും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കപ്പ് അളവിന് മൈദപ്പൊടിയും അതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കുക, കട്ടിയൊന്നുമില്ലാതെ. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുമിച്ച് ഇടരുത്, കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരുമിച്ചിട്ടാൽ നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ചിലപ്പോൾ അത് കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഫുൾ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഇതും ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ 3 ടേബിൾ സ്പൂൺ പാലും നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ കുറച്ച് ആഡ് ചെയ്യുക, അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഒരുമിച്ച് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ലൂസായി പോകും. അപ്പോൾ നമ്മുടെ ബാറ്ററി നല്ല ലൂസായി പോകാൻ പാടില്ല. ഒരു കുറച്ചൊരു തിക്കായിട്ട് തന്നെയാണ് നമുക്ക് ഇരിക്കേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ബാറ്റർ നമുക്കൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്ക് ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഫഡ്ജ് ബ്രൗണി ആയതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതില്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഞാനിതിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ബാറ്ററൊക്കെ ഒഴിച്ചതിന് ശേഷം മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇട്ട് കൊടുത്തിട്ടുള്ള ചോക്കോ ചിപ്സും നന്നായിട്ട് നമ്മുടെ ഈ ബാറ്ററിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു ടിന്നിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ നോർമൽ ഒരു പേപ്പറിൽ എണ്ണയാക്കിയിട്ട് ബട്ടർ പേപ്പറാക്കി മാറ്റുക ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ആക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ നമ്മുടെ ഈ ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ടുള്ള ഇതിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്തിട്ടെടുക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല ആ ഒരു ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഇനി ചോക്കോ ചിപ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ആൽമണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വാൾനട്ട്, കാഷ്യൂനട്ട്, അങ്ങനെ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ചോക്ലേറ്റ്, ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചോക്കോ ചിപ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ചോക്ലേറ്റ് നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചോക്ലേറ്റ് അത്യാവശ്യം നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്യാം. സോ നമ്മൾ ബിരിയാണി പോട്ടിൽ ഒരു ചെറിയൊരു സോസർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മളുടെ ഈ ഒരു ട്രേ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ തന്നെ ഈ ഒരു ഹോൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ലിഡിന് ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോൾ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇത് ബേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം. എനിക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 25 മിനിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഒരു ചെറിയ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ. ഓക്കെ, നമ്മുടെ ബ്രൗണി നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല ചൂടുണ്ട്, ചൂട് പോയിട്ടില്ല. എനിക്ക് ക്ഷമ കുറവായതുകൊണ്ട്
ഞാൻ ചൂട് പോണീൻ്റെ മുന്നേ ഇത് കട്ട് ചെയ്തിട്ട് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് നോക്കാം. ഇപ്പം എനിക്ക് കട്ടായി ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഗായ്സ്, നമ്മുടെ ബ്രൗണി ഇവിടെ അടിപൊളിയായിട്ട് ബേക്കായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല ഫഡ്ജി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് റെസിപ്പി ഈസ് ബെസ്റ്റ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ബ്രൗണിയെന്ന്. നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ഫഡ്ജി ബ്രൗണിയാണ്. ഞാൻ കഴിക്കുന്നത് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും എത്രത്തോളം നന്നായിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ തൊടുമ്പോഴേക്കും പൊടിഞ്ഞു പോരും, അത്രയും സോഫ്റ്റായിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രൗണി റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഐ എം ഡാം ഷുവർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ ഗൈസ്, ഇത് എഗ്ലെസ് ബ്രൗണിയാണ്. സോ എഗ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആൻഡ് ക്രീമി ടെക്സ്ചറാണത്. അപ്പോൾ നമ്മുടെ ബ്രൗണീൻ്റെ ടെക്സ്ചർ നിങ്ങൾ കണ്ടല്ലോ, അത്ര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ ഗൈസ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് മീ, ലൈക്ക്, ഷെയർ, കമൻറ്റ്. നിങ്ങളുടെ ബ്രൗണി ലവേഴ്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു, ബൈ.